എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയിൽ ഉടനെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന സോയിൽ സർവേ ഓഫീസർ അല്ലെങ്കിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ എക്സാമിനെ പറ്റിയും അതിന്റെ സിലബസിനെ കുറിച്ചുമാണ്. ഇതിന്റെ ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ആണ്. ഇതേ ക്വാളിഫിക്കേഷൻ വേണ്ട അഗ്രികൾച്ചർ ഓഫീസർ എക്സാം, അതുപോലെ തന്നെ ഫാം അസിസ്റ്റന്റ് എക്സാമിനൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ സിലബസിനോട് സാമ്യതയുള്ള തന്നെ ഒരു സിലബസ് ആണ് സോയിൽ സർവേ ഓഫീസറും. അഗ്രികൾച്ചർ ഓഫീസർ ആണെങ്കിൽ കുറച്ചധികം മൊഡ്യൂൾസ് ആയിട്ടാണ് അതിന്റെ സിലബസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സോയിൽ സർവേ ഓഫീസറിലേക്ക് വരുമ്പോൾ 5 മൊഡ്യൂൾസ് ആയിട്ടാണ് ഇവര് സിലബസ് ഇറക്കിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ, പിന്നെ സോയിൽ കൺസർവേഷൻ, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സോയിൽ സയൻസസ്. ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് അഗ്രോണമിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും വരുന്നത്. അത് 15 മാർക്സ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സോയിൽ സർവേ ഓഫീസർ ആയതുകൊണ്ട് എന്തായാലും സോയിൽ സയൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. സോയിൽ കൺസർവേഷൻ പാർട്ടിൽ നിന്ന് 20 മാർക്സിനാണ് വരുന്നത്. ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ എൻറ്റമോളജി അതുപോലെ തന്നെ പെത്തോളജി എല്ലാം വരുന്നുണ്ട്. അത് ടോട്ടലി 20 മാർക്സിനാണ് വരുന്നത്. ബട്ട് സോയിൽ കൺസർവേഷൻ നോക്കുവാണെങ്കിൽ അത് സോയിൽ സയൻസ് ആസ്പെക്ട്സ് മാത്രം, അതിന് മാത്രം 20 മാർക്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലേക്ക് വരുമ്പോൾ അതിനാണ് കൂടുതൽ മാർക്സ്, 30 മാർക്സ്. പക്ഷെ അതിന് ജനറ്റിക്സ് പോർഷൻസ് വരുന്നുണ്ട്, സീഡ് സയൻസ് പോർഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിന്റെ എല്ലാ പോർഷൻസും ഇൻക്ലൂഡിങ് ഫ്ലോറിക്കൾച്ചർ, പ്ലാന്റേഷൻ ക്രോപ്സ്, ഒലറിക്കൾച്ചർ, പോമോളജി, പ്ലാന്റേഷൻ ക്രോപ്സ്, ഇതെല്ലാം അതിൽ വരുന്നുണ്ട് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ. പ്ലസ് ജനറ്റിക്സ് ആൻഡ് സീഡ് സയൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 30 മാർക്സ്. പിന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്കണോമിക്സ്, എക്സ്റ്റൻഷൻ പോർഷൻസ് എല്ലാം കൂടെ ഒരു 15 മാർക്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സിലബസിൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ സീഡ് സയൻസിനെ പറ്റിയാണ്. ഓക്കെ, സീഡ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇതിന്റെ പോർഷൻസ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർഷൻസും അതുപോലെ തന്നെ കുറച്ച് MCQ ഡിസ്കഷനുമാണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സീഡ് സയൻസിൽ നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറിലെയും അതുപോലെ തന്നെ ഫാം അസിസ്റ്റന്റിനെയും പോലെ തന്നെ സീഡ് ആക്ട് 1966, പിന്നെ സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ്, സീഡ് സർട്ടിഫിക്കേഷന്റെ പ്രൊസീജിയേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്ന് അവർ ജസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മെയിനായിട്ട് അഗ്രികൾച്ചർ ഓഫീസറിൽ നിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫീൽഡ് ഇൻസ്പെക്ഷൻ പറയുമ്പോൾ അവർ സ്പെസിഫിക് ക്രോപ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൾസസിൽ കുറച്ചധികം, സീരിയൽസിൽ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഓയിൽ സീഡ്സ്, അങ്ങനെ അതുപോലെ തന്നെ ഫോഡർ ക്രോപ്സ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഫീൽഡ് ഇൻസ്പെക്ഷൻ ജനറൽ ആയിട്ടൊരു ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ സീഡ് ടെസ്റ്റിങ്ങിനെ പറ്റി പറയണം, സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്ലാസസ് ഓഫ് സീഡ് ഒക്കെ തന്നെ എല്ലാ അഗ്രികൾച്ചർ എക്സാംസിനും ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ്. പിന്നെ സീഡ് ബിൽ 2004. പിന്നെ കുറച്ച് വരുന്ന കാര്യങ്ങൾ അഗ്രികൾച്ചർ ഓഫീസറിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, നാഷണൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, പിന്നെ ഇന്റലക്ച്വൽ IPR എല്ലാം ഓൾറെഡി AO എക്സാമിനും ഉണ്ടായിരുന്നു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതുപോലെ തന്നെ PPVFRA, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് ആക്ട്, പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ സീഡ് സയൻസ് ആൻഡ് ടെക്നോളജി പോർഷൻ എന്ന് നമ്മുടെ സോയിൽ സർവേ ഓഫീസർ അല്ലെങ്കിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പോർഷൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിതൊന്ന് നോക്കാം. ഇത് ജസ്റ്റ് കുറച്ചൊരു MCQ ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫോർ സെയിൽ ഓഫ് സീഡ് ലേബലിംഗ് ഈസ് കമ്പൽസറി ബട്ട് സർട്ടിഫിക്കേഷൻ ഈസ് വോളണ്ടറി. ഇത് കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ലേബലിംഗ് കമ്പൽസറി ആയിട്ട് ചെയ്യണം, കാരണം ആ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്താൽ മാത്രമേ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സർട്ടിഫിക്കേഷൻ ഈസ് വോളണ്ടറി, അതും കറക്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം സർട്ടിഫിക്കേഷൻ എടുത്താൽ മതിയാവും. ഓക്കെ, ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആർ ഗിവൺ ബൈ ദ സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി ആൻഡ് ലേബൽസ് ആർ പ്രിപ്പയർഡ് ബൈ ദ പ്രൊഡ്യൂസർ. അതും കറക്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സർട്ടിഫിക്കറ്റ്സ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലേ? അല്ലാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഏജൻസി തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ലേബൽസ് ആർ പ്രിപ്പയർഡ് ബൈ ദ പ്രൊഡ്യൂസർ ആണോ?
ആണല്ലേ? കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാനല്ലേ പ്രൊഡ്യൂസർ. സോ അതിന്റെ ലേബല് എന്റെ സീഡിന് എത്ര പെർസെന്റേജ് ഓഫ് പ്യൂരിറ്റി ഉണ്ട്, എത്ര പെർസെന്റേജ് ഓഫ് ജെർമിനേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസറിനായിരിക്കും അറിയുന്നത്. സോ ലേബല് പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊഡ്യൂസറാണ്. സോ സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് നോക്കുവാണെങ്കിൽ, ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് എ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, labeling is compulsory because this will be useful to regulate the sale price of seed which are sold in the market. അപ്പൊ എക്സ്പ്ലനേഷൻ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ലേബലിംഗ് കമ്പൽസറി ആക്കാനുള്ള കാര്യം മാർക്കറ്റിൽ സെയിൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ ലേബലിംഗ് ഇമ്പോർട്ടന്റ് ആണെന്നാണ്. പക്ഷെ അങ്ങനെയാണോ? ലേബലിംഗ് എന്തിനാണ്? ലേബലിംഗ് ആ ഒരു സീഡിന്റെ സ്പെസിഫിക്കേഷൻസ് അറിയാനാണ്. അല്ലാതെ ലേബലിംഗ് വെച്ചിട്ടല്ലല്ലോ അതിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അതൊരു തെറ്റായ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി ആർ കറക്റ്റ്, എക്സ്പ്ലനേഷൻ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, സോ നോക്കുവാണെങ്കിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 6 എന്ന് പറയുമ്പോൾ സീഡ് ആക്ട് 1966 സെക്ഷൻ 6 പ്രകാരം സെക്ഷൻ 6 എന്താ പറയുന്നതെന്ന് വെച്ചാൽ പവർ ടു സ്പെസിഫൈ മിനിമം ലിമിറ്റ്സ് ഓഫ് ജെർമിനേഷൻ ആൻഡ് പ്യൂരിറ്റി. അവരെടുത്ത് പറയുന്നുണ്ട് ദ മാർക്ക് ഓർ ലേബൽ to indicate that such seed conforms to the minimum limits of germination അതുപോലെ തന്നെ പ്യൂരിറ്റി may contain in the container or packet. അപ്പോൾ അവര് സീഡ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് ഒരു ലേബൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മിനിമം ലിമിറ്റ്സ് ഓഫ് ജെർമിനേഷനും അതുപോലെ തന്നെ പ്യൂരിറ്റിയും പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സെയിൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു റോള് ഇതിനില്ല, ലേബലിനില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ സീഡ് സ്റ്റാൻഡേർഡ്സ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദ കൺട്രി. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുകയാണ് സീഡ് ഇൻസ്പെക്ടർ പെർഫോം ഫീൽഡ് ഇൻസ്പെക്ഷൻ. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സീഡ് സർട്ടിഫിക്കേഷൻ ഫീ വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സീഡ് സ്റ്റാൻഡേർഡ്സ് കൺട്രിയിൽ മൊത്തം യൂണിഫോം ആണ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഒരു സ്റ്റാൻഡേർഡ്, തമിഴ്നാട്ടിൽ ഒരു സ്റ്റാൻഡേർഡ്, അങ്ങനെ വേറെ ആകുമ്പോഴത്തേനും നമുക്ക് ഹോൾ കൺട്രിയിൽ കിട്ടുന്ന സീഡിന്റെ സ്റ്റാൻഡേർഡ്സ് വേറെ വേറെ ആയി പോകും. സോ അതുകൊണ്ട് തന്നെ സീഡ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം യൂണിഫോം ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് സീഡ് ഇൻസ്പെക്ടർ പെർഫോം ഫീൽഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷനിൽ വരുന്ന ഒരു പ്രോസസ്സാണ് സീഡ് സർട്ടിഫിക്കേഷന്റെ. ഓക്കെ, പക്ഷെ ഇവര് പറയുന്നത് സീഡ് ഇൻസ്പെക്ടർ ആണ് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്നാണ്. അല്ല, സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ ആണ് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഓക്കെ, സീഡ് ഇൻസ്പെക്ടർ നടത്തുന്നത് സീഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിടെ വരുന്നത് സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ ആണ് പെർഫോം ഫീൽഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത് സീഡ് സർട്ടിഫിക്കേഷൻ ഫീ വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സീഡ് സർട്ടിഫിക്കേഷന്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ഒരുപോലെയല്ല, സ്റ്റേറ്റ് മാറുന്ന അനുസരിച്ച് സർട്ടിഫിക്കേഷൻ ഫീയും മാറും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1 and 3 ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അവരെന്താ തെറ്റെന്ന് വെച്ചാൽ സീഡ് ഇൻസ്പെക്ടർ അല്ല, സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ ആണ് ഇത് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ കളർ ഓഫ് ദ സീഡ് ടാഗ് സ്പെസിഫൈഡ് ഫോർ ഫൗണ്ടേഷൻ സീഡ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ അഗ്രി എക്സാമിനും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ? കളറ്, സീഡ് ടാഗിന്റെ കളറ്, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ, അതായത് സൈസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും വരുന്നതാണ്. സോ ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കളർ ഓഫ് ദ സീഡ് ടാഗ് സ്പെസിഫൈഡ് ഫോർ ഫൗണ്ടേഷൻ സീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ സീഡിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ എ ആണ്. ഓക്കെ, സോ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ പല ടൈപ്സ് ഓഫ് സീഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ന്യൂക്ലിയസ് സീഡ്സ് ചെയ്യുന്ന ബ്രീഡർ സീഡ്, ദെൻ ബ്രീഡർ സീഡ് ടു ഫൗണ്ടേഷൻ സീഡ് എന്നാണ് സർട്ടിഫൈഡ് സീഡ്, പിന്നെ രജിസ്റ്റേർഡ് സീഡ് ഉണ്ട്, ട്രൂത്ത്ഫുള്ളി ലേബൽഡ് സീഡ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇനി ഓരോന്നിന്റെയും കളർ നോക്കുവാണെങ്കിൽ ന്യൂക്ലിയസ് സീഡ്സിന് കളറോ അതുപോലെ തന്നെ ടാഗ് സൈസ് ഒന്നും ഇല്ല, അതിനങ്ങനെ ടാഗ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ബ്രീഡർ സീഡിന് കളർ ഓഫ് ടാഗ് എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. ടാഗിന്റെ സൈസ് 12/6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഫൗണ്ടേഷൻ സീഡ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫൗണ്ടേഷൻ സീഡിന്റെ ടാഗ് കളർ അത് വൈറ്റ് ആണ്. അതിന്റെ ടാഗ് സൈസ് എന്ന് പറയുന്നത് 15/7.5 സെന്റിമീറ്റർ ആണ്. ആ ടാഗ് സൈസ് തന്നെയാണ് ഫൗണ്ടേഷൻ സീഡ്, സർട്ടിഫൈഡ് സീഡ്, രജിസ്റ്റേർഡ് സീഡിനെല്ലാം ഇതേ ടാഗ് സൈസ് ആണ്. ഓക്കെ,
ഇനി സർട്ടിഫൈഡ് സീഡിന്റെ കളർ എന്ന് പറയുന്നത് അസൂർ ബ്ലൂ ആണ്. രജിസ്ട്രേർഡ് സീഡിന്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആണ്. ഓക്കെ, സീഡ് ടാഗിന്റെ കളർ. ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ്സിന്റെ ടാഗ് കളർ ഒപ്പാൽ ഗ്രീൻ ആണ്. സോ ഇത് എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how many number of field counts need to be taken for 18 acres during seed crop field inspection? ഓക്കെ, സോ ഒരു ക്രോപ്പിന്റെ ഫീൽഡ് ഇൻസ്പെക്ഷൻ നടക്കുമ്പോഴത്തേക്കും എത്ര ഫീൽഡ് കൗണ്ട് എടുക്കണം എന്നാണ് ചോദിക്കുന്നത് 18 ഏക്കർ ആണെങ്കിൽ. ഓക്കെ, എത്ര ഇതിന്റെ ഓപ്ഷൻസ്, ഇതും AO എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫീൽഡ് ഇൻസ്പെക്ഷന്റെ സമയത്ത് എത്ര ഫീൽഡ് കൗണ്ട് എടുക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ 8, 10, 7, 9 അങ്ങനെ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. സോ അതിന് ഓൾറെഡി ഫീൽഡ് ഇൻസ്പെക്ഷൻ അവർ ഒരു സ്റ്റാൻഡേർഡ്സ് ഇറക്കിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഫീൽഡ് കൗണ്ട് അതായത് ഇൻസ്പെക്ഷൻ നടത്തുന്നത് 5 ഏക്കർ വരെയാണെങ്കിൽ നമ്പർ ഓഫ് കൗണ്ട്സ് എടുക്കേണ്ടത് 5 ആണ്. ഓക്കെ, 5 ഫീൽഡ് കൗണ്ട്സ് ആണ് എടുക്കേണ്ടത്. ഫീൽഡ് കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേനും എത്ര പ്ലാന്റ്സ് നമ്മൾ എന്താണ് അനലൈസ് ചെയ്യാനായിട്ട് എത്ര പ്ലാന്റ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഫീൽഡ് കൗണ്ട്. ഇനി ഓരോ കൗണ്ടിലും എത്ര പ്ലാന്റ് എന്ന് പറയുന്നത് വേരി ചെയ്യും. അതായത് എന്താണ് ഇൻസ്പെക്ഷന് പോകുമ്പം വെറുതെ ഒരു സ്ഥലത്ത് മാത്രം നിന്നിട്ട് ഈ പ്ലാന്റ്സ് കൊള്ളാം, അതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാം എന്ന് പറയാൻ പറ്റില്ല. അത് റാൻഡം ആയിട്ട് ആദ്യം കുറച്ച് ഏരിയ എടുക്കുവാണെങ്കിൽ പിന്നെ അടുത്ത കുറച്ച് ഏരിയ അങ്ങനെ അങ്ങനെ ഓരോ കൗണ്ട് ഫീൽഡ് ഓരോ സ്പെസിഫിക് സ്ഥലത്തും പോയിട്ട് സാമ്പിളിങ് ചെയ്യണം. ഓക്കെ, അതാണ് ഓരോ ഫീൽഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ആ ഓരോ ഫീൽഡ് കൗണ്ടിലും എത്ര പ്ലാന്റ്സ് എന്നുള്ളത് ഓരോ ക്രോപ്പ് അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, എനിവേ നമുക്കിവിടെ ഫീൽഡ് കൗണ്ട് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അപ് ടു 5 ഏക്കേഴ്സ് വരെയുള്ള ലാൻഡിലാണ് നമ്മൾ ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നതെങ്കിൽ 5 കൗണ്ടാണ് ഫീൽഡ് കൗണ്ടാണ് എടുക്കേണ്ടത്. 6 to 10 ആണെങ്കിൽ ഇവിടെ 6 കൗണ്ട് എടുക്കണം. പിന്നെ 11 to 15 ആണെങ്കിൽ 7, 16 to 20 ആണെങ്കിൽ 8, 21 to 25 ഏക്കേഴ്സ് ആണെങ്കിൽ അവിടെ 9. ഇതാണ് ഒരു നമ്പർ ഓഫ് കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 18 ഏക്കറാണ്. അപ്പൊ 18 ഏക്കർ എന്ന് പറയുമ്പോൾ 16 to 20 വരും അല്ലേ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് കൗണ്ട്സ് 8 ആണ് അവിടെ ആൻസർ പറയുന്നത്, എ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് പെർ ഇന്ത്യൻ സീഡ്സ് ആക്ട് 1966. ഇതിവിടെ ഇങ്ങനെ മിസ്മാച്ച് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഓരോ സെക്ഷനും, അതുപോലെ തന്നെ ആ സെക്ഷനിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യവും. അപ്പം സെക്ഷൻ 5 ഓരോന്നും എന്താണെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇപ്പൊ പറയാം. ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ് സി ആണ്. അതായത് 2 നമ്മുടെ എന്താ സെക്ഷൻ 5 ഓഫ് സീഡ് ആക്ട് എന്ന് പറയുന്നത് എന്താണ് പവർ ടു നോട്ടിഫൈ കൈൻഡ് ആൻഡ് വെറൈറ്റീസ് ആണ്. അതുപോലെ തന്നെ ബി ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 3 ഓഫ് സീഡ് ആക്ട് വരുന്നത് സെൻട്രൽ സീഡ് കമ്മിറ്റിയെ പറ്റിയാണ് അവർ പറയുന്നത്. അടുത്തത് സെക്ഷൻ 8 ഓഫ് സീഡ് ആക്ട് എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ ഏജൻസിയെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 19 ഓഫ് സീഡ് ആക്ട് എന്ന് പറയുന്നത് പെനാൽറ്റി പറ്റിയാണ് പറയുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സെക്ഷനും ഡിസ്കസ് ചെയ്യാം. ഈ ഓരോ സെക്ഷൻ എന്ന് പറയുന്നത് സീഡ് ആക്ട് ആണ്. സീഡ് ആക്ട് 1966 അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ആ സീഡ് ആക്ടിൽ 25 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസസ് ഓഫ് സീഡ്സ് അല്ലെങ്കിൽ അതിന്റെ കളർ ടാഗ് ചോദിക്കുന്നത് പോലെ സീഡ് സയൻസ് സിലബസിലുള്ള എല്ലാ എക്സാമിലും സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ സെക്ഷൻ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പറയുന്നത് ഏത് സെക്ഷനിലാണെന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻസും നോക്കാം. 25 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, ഓരോ സെക്ഷനിലും എന്താണുള്ളതെന്ന് മാത്രം പറയുന്നു. ഇനി നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷനിലും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, സോ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. അതായത് ആ ഒരു സീഡ് ആക്ട് 1966 എന്നാണ് അതിന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ, അതാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്. ഡെഫിനിഷൻസ് സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. അതായത് നമുക്ക് ഇപ്പൊ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്ന പോലെ സീഡ് ആക്ട് എന്ന് പറയുന്ന ഒരു വലിയ കുറെ പേജസ് ഉള്ള ഒരു PDF ആണ്. ഒരു ഒഫീഷ്യൽ ഗസറ്റ് വഴി ഇറക്കുന്ന ഒരു എന്താണ് ഫയലാണ്. സോ അതിൽ ഒരുപാട് ന്യൂ ടേംസ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന തന്നെ കുറെ അധികം ടേംസ് ഉണ്ട്. അതെല്ലാം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ സെക്ഷൻ 2 ഓക്കെ,
ഇനി സെക്ഷൻ 3 നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. സെക്ഷൻ 3 എന്ന് പറയുന്നത് സെൻട്രൽ സീഡ് കമ്മിറ്റിയെ പറ്റിയാണ് പറയുന്നത്. സോ സെൻട്രൽ സീഡ് കമ്മിറ്റി എന്താണ്, അതിൽ വരുന്ന സബ് കമ്മിറ്റീസ് എന്തൊക്കെയാണ്, സെൻട്രൽ സീഡ് കമ്മിറ്റിയുടെ റോൾ എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം സീഡ് സയൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മുന്നേ ഉള്ള എക്സാംസിന്റെ എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാം, നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ സാധാരണ എങ്ങനെയാണ്, ഒറ്റൊരു ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻസ് വരുന്നു, ആൻസർ എഴുതുന്നു, കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ PSCയുടെ പാറ്റേൺ നോക്കുവാണെങ്കിൽ എല്ലാം എക്സ്പ്ലനേഷൻ ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഒരു കാര്യം അറിഞ്ഞാൽ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ പോരാ, മൾട്ടിപ്പിൾ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ചിട്ട് ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ സെക്ഷൻ 3 അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സീഡ് കമ്മിറ്റി എന്താണ് രൂപീകരിക്കുന്നത് ആരാണ്, അതിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ റോൾ എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സെക്ഷൻ 3 പറയുന്നുണ്ട്. സോ സെൻട്രൽ സീഡ് കമ്മിറ്റി. സെക്ഷൻ 4 വരുന്നത് സെൻട്രൽ സീഡ് ലബോറട്ടറി ആൻഡ് സ്റ്റേറ്റ് സീഡ് ലബോറട്ടറി. ലബോറട്ടറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവിടെ ആയിരിക്കും സീഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ സീഡ് ടെസ്റ്റിംഗ് നടത്തുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആരാണ് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്ഷൻ 4 കവർ ചെയ്യും. ഓക്കെ, ഇനി സെക്ഷൻ 5 എന്ന് പറയുന്നത് പവർ ടു നോട്ടിഫൈ കൈൻഡ്സ് ഓർ വെറൈറ്റീസ് ഓഫ് സീഡ്സ്. ഇതും പ്രീവിയസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ 5 എന്താണ്, അല്ല, പവർ ടു നോട്ടിഫൈ കൈൻഡ്സ് ഓർ വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഏത് സെക്ഷനിലാണ് വരുന്നത്, ഫാം അസിസ്റ്റന്റ് എക്സാമിനാണെന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ സെക്ഷൻ 5 എന്ന് പറയുന്നത് ഒരു കൈൻഡ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് സീഡ്സിനെ നോട്ടിഫൈ ചെയ്യാനുള്ള പവറിനെയാണ് സെക്ഷൻ 5 പറയുന്നത്. ഇനി സെക്ഷൻ 6 എന്ന് പറയുന്നത് പവർ ടു സ്പെസിഫൈ മിനിമം ലിമിറ്റ്സ് ഓഫ് ജെർമിനേഷൻ ആൻഡ് പ്യൂരിറ്റി. നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു ഇത്. സെക്ഷൻ 6 എന്ന് പറയുന്നത് മിനിമം ലിമിറ്റ്സ് ഓഫ് ജെർമിനേഷൻ ആൻഡ് പ്യൂരിറ്റി. ലേബലിംഗിൽ നമുക്കറിയാം, ലേബലിൽ ഈ പ്യൂരിറ്റി ജെർമിനേഷൻ പെർസെൻറ്റേജ് എല്ലാം പറയണം. സോ അതിന്റെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 7 റെഗുലേഷൻ ഓഫ് സെയിൽ ഓഫ് സീഡ്സ് ഓഫ് നോട്ടിഫൈഡ് കൈൻഡ് ഓർ വെറൈറ്റീസ്. അപ്പം നോട്ടിഫൈ ചെയ്ത വെറൈറ്റീസിന്റെ സെയില്, അത് വിൽക്കുന്നതിനുള്ള റെഗുലേഷനും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. റെഗുലേഷൻ ഓഫ് സെയിലാണ് സെക്ഷൻ 7. അത് സെക്ഷൻ 8 ആണ് സർട്ടിഫിക്കേഷൻ ഏജൻസി. ഇപ്പൊ സർട്ടിഫിക്കേഷൻ ഏജൻസീസിനെ പറ്റിയും അതിന്റെ റോൾസ്, അതിന്റെ സബ് കമ്മിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് സെക്ഷൻ 8 ഓക്കെ, സർട്ടിഫിക്കേഷൻ ഏജൻസി. ഈ സെക്ഷൻ 9 വരുവാണെങ്കിൽ ഗ്രാൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ബൈ സർട്ടിഫിക്കേഷൻ ഏജൻസി. സർട്ടിഫിക്കേഷൻ ഏജൻസിയെ പറ്റി സെക്ഷൻ 8 പറഞ്ഞു. സെക്ഷൻ 9 എന്താണ്, സർട്ടിഫിക്കേഷൻ ഏജൻസി ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ഗ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 9 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 10 റിവോക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇനി അത് ചില കാര്യങ്ങൾ കൊണ്ട് റിവോക്കേറ്റ് ചെയ്യേണ്ട കാര്യം വന്നു, റദ്ദാക്കേണ്ട കാര്യം വന്നു, അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 10. ഇനി അങ്ങനെ റദ്ദാക്കപ്പെട്ടാൽ, ഇപ്പൊ എന്റെ ഒരു ഫേമില്, എന്റെ ഒരു സീഡ് പ്രൊഡക്ഷൻ സ്ഥലത്ത് എന്റെ സർട്ടിഫിക്കറ്റ് റിവോക്കേറ്റ് ചെയ്തെങ്കിൽ എനിക്ക് അപ്പീലിന് പോവാം. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണ് റീസൺ എന്ന് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫർദർ അപ്പീല് പോവാം. ഓക്കെ, പ്രൊഡ്യൂസർക്ക്. അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 11. ഒരാളുടെ സർട്ടിഫിക്കറ്റ് റദ്ദാക്കി കഴിഞ്ഞാൽ അപ്പീലിന് പോകുന്നതാണ് സെക്ഷൻ, അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11. ഓക്കെ, ഇനി സീഡ് അനലിസ്റ്റ്. ഞാൻ പറഞ്ഞു സീഡ് ടെസ്റ്റിംഗ് എല്ലാം നടത്തുന്നു, ലബോറട്ടറിയിലൊക്കെ സീഡ് ടെസ്റ്റിംഗ് നടത്തും. അതിന്റെ സീഡ് അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് എങ്ങനെയാണ്, സീഡ് അനലിസ്റ്റിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 12. ഇനി സീഡ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. സീഡ് ടെസ്റ്റിങ്ങിനായിട്ട് പോയി സാമ്പിൾ എടുക്കുന്നതും ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഫീൽഡ് ഇൻസ്പെക്ഷൻ അല്ല. ഫീൽഡ് ഇൻസ്പെക്ഷൻ നമ്മൾ പറഞ്ഞു അത് സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസറാണ് നടക്കുന്നത്. ഫീൽഡ് ഇൻസ്പെക്ഷൻ ആ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലുള്ളതാണ്. ഓക്കെ, സോ സീഡ് ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഫേമിലൊക്കെ പോയിട്ട് അവരുടെ സീഡൊക്കെ ടെസ്റ്റ് ചെയ്ത്, അങ്ങനെ അതിന് വേണ്ടിയിട്ട് സീഡ് ടെസ്റ്റ് ചെയ്യല, സീഡ് കളക്ട് ചെയ്യുന്നതും അതുപോലത്തെ അവിടുത്തെ ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തുന്ന ആളാണ് സീഡ് ഇൻസ്പെക്ടർ. ഓക്കെ, സീഡ് ഇൻസ്പെക്ടറിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13. ഓക്കെ, ഇനി അവരുടെ പവർ, സീഡ് ഇൻസ്പെക്ടറിന്റെ പവറിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 14. ഒരു ഓർഡറിലങ്ങ് ഓർത്തു വെച്ചാൽ നമുക്ക് ഓർമ്മയിരിക്കും. ഓക്കെ, അപ്പൊ സീഡ് ഇൻസ്പെക്ടർ 13, സീഡ് ഇൻസ്പെക്ടറിന്റെ പവർ 14, അങ്ങനെ ഓർത്തോർത്ത് വെക്കാം. അടുത്തത് സെക്ഷൻ 15 എന്ന് പറയുന്നത് വീണ്ടും സീഡ് ഇൻസ്പെക്ടറിന്റെ കാര്യമാണ്. എന്താണ്, പവർ ടു ബി ഫോളോഡ് ബൈ സീഡ് ഇൻസ്പെക്ടർ, പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ സീഡ് ഇൻസ്പെക്ടർ. ആദ്യം സീഡ് ഇൻസ്പെക്ടറിന്റെ സെക്ഷൻ 30 ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 13 സീഡ് ഇൻസ്പെക്ടറിന്റെ ക്വാളിഫിക്കേഷനും അവരുടെ ജുറിഡിക്ഷൻ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 13 പറയുന്നത്. സെക്ഷൻ 14 വരുമ്പോൾ അവരുടെ പവർ, അവർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. സെക്ഷൻ 15 എന്ന് പറയുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു അവര് സീഡ് ടെസ്റ്റിങ്ങിന് വേണ്ട സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യേണ്ടത് സീഡ് ഇൻസ്പെക്ടർ ആണ്.
അപ്പോൾ അവര് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 15 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 16 എന്ന് പറയുമ്പം റിപ്പോർട്ട് ഓഫ് സീഡ് അനലിസ്റ്റ്. ഓക്കെ, അപ്പൊ സീഡ് അനലിസ്റ്റ് ആരാണ്? സീഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ലബോറട്ടറിയിൽ സീഡ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ് സീഡ് അനലിസ്റ്റ്. അപ്പൊ അവര് സീഡ് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അവർ ആർക്ക് അയക്കണം, റിപ്പോർട്ട് എങ്ങനെയാണ് അയക്കേണ്ടത്, എത്ര കോപ്പി അയക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളാണ് സെക്ഷൻ 16 വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കും ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻസിൽ ഇപ്പൊ സീഡ് അനലിസ്റ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇത്ര കോപ്പി ഓഫ് റിപ്പോർട്ട് ഇന്ന ആൾക്ക് അയക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കഥ പോലെ എന്താണ് ഓപ്ഷൻസ് തരും. എന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സീഡ് അനലിസ്റ്റിന്റെ ഈ സെക്ഷൻ 16 പറയുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ സെക്ഷൻ 16 റിപ്പോർട്ട് ഓഫ് സീഡ് അനലിസ്റ്റ് ആണ് വരുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സീഡ് അനലിസ്റ്റ് സീഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം, അതായത് സീഡ് ഇൻസ്പെക്ടർ അയച്ച സീഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ സീഡ് ടെസ്റ്റിംഗ് ചെയ്യണം, അതിന്റെ റിസൾട്ട് ആർക്കൊക്കെ അയക്കണം, എത്ര കോപ്പി വെച്ച് അയക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെക്ഷൻ 16 ആണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 17 എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻ ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് സീഡ്സ് ഓഫ് നോട്ടിഫൈഡ് കൈൻഡ് ഓഫ് വെറൈറ്റീസ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പുറം വേറെ രാജ്യങ്ങളിലേക്ക് സീഡിന്റെ വെറൈറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില സന്ദർഭങ്ങളിലാണ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം നടക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്, ആ കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 17 നോക്കുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 18 എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഓഫ് ഫോറിൻ കൺട്രീസ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഉള്ളതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലും സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സീഡ്സിനൊക്കെ അവിടെ ഓൾറെഡി സർട്ടിഫിക്കേഷൻ കഴിഞ്ഞതായിരിക്കും. പക്ഷെ എല്ലാ ഏജൻസീസും നമ്മുടെ രാജ്യത്ത് അവര് റെക്കഗ്നൈസ് ചെയ്തതായിരിക്കില്ല. ഇപ്പൊ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് സർട്ടിഫൈ ചെയ്തു. അപ്പൊ അവിടെ സർട്ടിഫൈ ചെയ്തൊരു സീഡ് അത് കറക്റ്റ് ആയിരിക്കും, പക്കയായിരിക്കും. വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് അതിൽ അധികം പണി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ഫോറിൻ കൺട്രീസിൽ റെക്കഗ്നൈസ് ചെയ്ത ചില സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ആയിരിക്കും. അവിടുത്തെ ടെസ്റ്റ് നമുക്കും ഓക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 18 പറയുന്നത്. റെക്കഗ്നിഷൻ ഓഫ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഓഫ് ഫോറിൻ കൺട്രീസ്. ഓക്കെ, ഈ സെക്ഷൻ 19 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പെനാൽറ്റി. അതിൽ നിന്ന് കുറെ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് സീഡ് ആക്ട് പ്രകാരമുള്ള ചില കാര്യങ്ങളെ നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ ആ ആൾക്കാർ എത്ര പെനാൽറ്റിയാണ് കൊടുക്കേണ്ടത്, അവരെത്ര ഫൈൻ അടയ്ക്കണം, അവരെത്ര നാള് ജയിലിൽ കിടക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് പെനാൽറ്റിയാണ്. ഓക്കെ, അത് സെക്ഷൻ 19 പെനാൽറ്റിയിലാണ് പറയുന്നത്. മുന്നേ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സീഡ് ഇൻസ്പെക്ടറിന്റെ ജോലി നമ്മൾ തടസ്സപ്പെടുത്തുവാണെങ്കിൽ എന്താണ് ഒരാൾ എത്ര എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ് തെറ്റായ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ട് നമ്മൾ സീഡ് സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ എത്ര ഫൈനാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതെല്ലാം പെനാൽറ്റി സെക്ഷൻ 19 വരുന്നത്. ഇനി ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, അതായത് സീഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സാമ്പിൾ എടുക്കാനായിട്ട് ഫേമിൽ പോയിട്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് കാണുവാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം, അവിടുത്തെ സാമ്പിൾസ് എല്ലാം കണ്ടുകെട്ടാനായിട്ട്, ഫോർഫീച്ചർ എന്ന് വെച്ചാൽ കണ്ടുകെട്ടാനായിട്ടുള്ള എന്താണ് പവേഴ്സ് സീഡ് ഇൻസ്പെക്ടറിനുണ്ട്. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ചെയ്യുന്നത് എപ്പോഴാണ്, അതൊക്കെ സെക്ഷൻ 20 ഇനി ഒഫൻസസ് ബൈ കമ്പനീസ്, ഇനി വലിയ വലിയ കമ്പനീസ് സീഡ് നിർമ്മിച്ച് വിൽക്കുന്ന വലിയ വലിയ കമ്പനീസ് ഉണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന ഒഫൻസസ്, അവർക്ക് കൊടുക്കേണ്ട പെനാൽറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 21 പറയുന്നത്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഇതെന്ന് പറഞ്ഞാല് സീഡ് റിലേറ്റഡ് ഓഫീസേഴ്സിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സീഡിന്റെ ആൾക്കാരുണ്ടല്ലോ, സീഡ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ജോലി അവർക്ക് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഫേമിലോട്ട് ചെല്ലുമ്പോൾ അവർ ഇവിടെ സാമ്പിൾ എടുക്കാൻ പറ്റില്ല, ഇവിടുത്തെ റിപ്പോർട്ട്സ് ഒന്നും തരില്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഫോഴ്സ്ഫുള്ളി അവിടെ ചെന്ന് കയറാനും, അതായത് എന്തെങ്കിലും അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഓണർ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അകത്ത് കയറി പരിശോധിക്കാനുള്ള പവർ സീഡ് ഇൻസ്പെക്ടർക്കും ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഓക്കെ, ആക്ച്വലി അത് ഒരു അങ്ങനെ ചെയ്തുകൂടാ, അതായത് ഒരു ഓണർ സമ്മതിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറിക്കൂടാ, അങ്ങനെയാണല്ലോ. പക്ഷെ ഇതൊരു ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയിട്ടാണ്.
ഇത് ആക്ച്വലി ഇതൊരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതൊരു പ്രശ്നമായാൽ പോലും ഇവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓഫീസേഴ്സിന് ഇതൊരു പ്രശ്നമല്ല. ഓക്കെ, കാരണം അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഈ സീഡ് ഇൻസ്പെക്ടർ ഞാൻ അനുവദിക്കാതെ തന്നെ എന്റെ ഏരിയയിൽ പോയി സാമ്പിൾ എടുത്തു, എന്റെ റിപ്പോർട്ട്സ് എല്ലാം നോക്കി എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുക്കുവാണെങ്കിൽ ഓഫീസർക്ക് പ്രശ്നമില്ല. ഓഫീസർക്ക് ഈ ഒരു സെക്ഷൻ വഴി അവർക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കേസോ കാര്യങ്ങളോ ഒന്നോ വരില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 22 പറയുന്നത്. അടുത്തത് സെക്ഷൻ 23 പവർ ടു ഗീവ് ഡയറക്ഷൻസ്. അതെന്താന്ന് വെച്ചാൽ സീഡ് റിലേറ്റഡ് കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ഇന്ന രീതിയിൽ ചെയ്യണം, അതെല്ലാം പറയുന്നത് പവർ ടു ഗീവ് ഡയറക്ഷൻസിലാണ്. ഇനി എക്സംഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ചില കാര്യങ്ങളിൽ, അതായത് റൂൾസ് ഇന്ന കാര്യം വരുമ്പോൾ അവിടെ നമുക്കൊരു എക്സംഷൻ കൊടുക്കാം. ഇനി നല്ല പുവർ ആയിട്ടുള്ള ഒരു ഫാർമർ ആണെങ്കിൽ ഇങ്ങനെ അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കാം. അങ്ങനെ ചില ചില കാര്യങ്ങൾ വരുമല്ലോ, അതാണ് എക്സംഷൻസ് എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം പിന്നീട്. ഇനി സെക്ഷൻ 25 പവർ ടു മേക്ക് റൂൾസ്. അതായത് ഇപ്പോൾ ഓൾറെഡി കുറെ റൂൾസ് ഇവർ സെക്ഷൻ വൈസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫർദർ അങ്ങോട്ട് പോകും തോറും എന്തെങ്കിലും പുതിയ റൂളൊക്കെ വരും അല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ GMO ക്രോപ്സിന്റെ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ GMO ക്രോപ്സ് ഒക്കെ ഇനി കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവിടെ അക്സെപ്റ്റബിൾ ആവുകയാണെങ്കിൽ വീണ്ടും റൂൾസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ 25 പ്രകാരം ഇനി അങ്ങോട്ട് പുതിയ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇവർക്ക് ന്യൂ റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു പവർ കൊടുക്കുന്നതാണ് സെക്ഷൻ 25. ഓക്കെ, സോ ഇങ്ങനെ സീഡ് ആക്ട് 1966 ഒരു 25 സെക്ഷൻ ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് 1966 ഇപ്പൊ 2025 അപ്പോൾ പിന്നീട് കുറെ അമെന്റ്മെന്റ്സ്, മാറ്റങ്ങൾ സീഡ് റൂളിൽ സീഡ് ആക്ടിലായാലും അത് കഴിഞ്ഞ് സീഡ് റൂൾസ്, പിന്നെ സീഡ് റൂൾസ് വരുന്നുണ്ട്. ഓക്കെ, സീഡ് റൂൾസിലായാലും പിന്നെയുള്ള സീഡ് ബില്ലിലായാലും ഒക്കെ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സീഡ് ബില്ലിൽ കുറച്ച് അമെന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ നമ്മൾ ഇനി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തായാലും PSCക്ക് ചോദിക്കും. അപ്പൊ സീഡ് ബില്ലിൽ പുതുതായിട്ട് വന്ന അമെന്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഓൾറെഡി ഉള്ള ഫൈനിലും ഇംപ്രിസൺമെന്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ അടുത്തടുത്ത പുതിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും പ്രീവിയസ് AO എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് വിത്ത് റെഫറൻസ് ടു ഡിഫറെന്റ് ഫേസസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, സീഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സീഡ് സർട്ടിഫിക്കേഷനിൽ ഫോളോ ചെയ്യേണ്ട, അതായത് ഫേസസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്, സ്റ്റേജസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ സീഡ് സർട്ടിഫിക്കേഷന്റെ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസിൽ നോക്കുന്നതായിരിക്കും. സോ ഫേസസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷന്റെ ഓർഡർ അവർ മാറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഞാൻ പറയാം C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അതെന്താന്ന് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടണി ഓഫ് ആപ്ലിക്കേഷൻ, വെരിഫിക്കേഷൻ ഓഫ് സീഡ് സോഴ്സ്, ഫീൽഡ് ഇൻസ്പെക്ഷൻ, പോസ്റ്റ് ഹാർവസ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സീഡ് ക്രോപ്സ്, സീഡ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ലേബലിംഗ്, ടാഗിംഗ്, സീലിംഗ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് ഫേസസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സീഡ് സർട്ടിഫിക്കേഷൻ വേണം എന്ന് എനിക്കൊരു ഫേം ഉണ്ട്. എനിക്ക് സീഡ് സർട്ടിഫൈ ചെയ്യണം എന്റെ സീഡ്സിന്. അതിനായിട്ട് ഞാൻ കൊടുക്കുന്ന എൻ്റെ ആപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ടാഗ് കിട്ടുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് ഫേസസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു 6 സ്റ്റെപ്പിലായിട്ടാണ് ഉള്ളത്. ആദ്യം റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടണി ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അത് സർട്ടിഫിക്കേഷൻ ഏജൻസി സ്ക്രൂട്ടണി ആ ആപ്ലിക്കേഷൻ നോക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് വെരിഫിക്കേഷൻ ഓഫ് സീഡ് സോഴ്സ്, ക്ലാസ് ആൻഡ് അതർ റിക്വയർമെന്റ് ഓഫ് ദ സീഡ് യൂസ്ഡ് ഫോർ റേസിംഗ് ദ സീഡ് ക്രോപ്പ്. അപ്പോൾ എൻ്റെ ഒരു സീഡ് ക്രോപ്പ് അത് വന്ന് എനിക്കിപ്പോ എൻ്റെ ഫീൽഡിൽ ഒരു ക്രോപ്പ് ഉണ്ട്. അത് ഉണ്ടായി വരാനായിട്ട് ഞാൻ ഏത് സീഡാണ് ഉപയോഗിച്ചത്, അപ്പൊ സീഡ് സോഴ്സ് ഏതാണ്, അപ്പൊ ഞാൻ കൊടുക്കുന്നത്, എനിക്ക് സീഡ് സർട്ടിഫൈ ചെയ്ത് കിട്ടേണ്ടത് എൻ്റെ ഫൗണ്ടേഷൻ സീഡ്സ്, എൻ്റെ പാഡി, അതായത് റൈസിന് എനിക്ക് ഫൗണ്ടേഷൻ സീഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ വെരിഫിക്കേഷൻ ഓഫ് സീഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ സീഡിന്റെ സോഴ്സ് സീഡ് ഏതാണ്? സോഴ്സ് സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീഡർ സീഡ് ആണ് അല്ലേ. സോ അതിന്റെ സോഴ്സ് സീഡ് ഏതെന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ്, അതർ റിക്വയർമെന്റ്സ്. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ സീഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ക്ലാസ്സും അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ജെർമിനേഷൻ പെർസെൻറ്റേജ് ഉള്ള അല്ലെങ്കിൽ പ്യൂരിറ്റി ഉള്ള സോഴ്സ് സീഡ് തന്നെയാണ് ഉപയോഗിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, സീഡ് സോഴ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത്
ഫീൽഡ് ഇൻസ്പെക്ഷൻ ടു വെരിഫൈ കൺഫോമിറ്റി ടു ദ പ്രിസ്ക്രൈബ്ഡ് ഫീൽഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് പഠിക്കാനായിട്ട്. അതിൽ ഓരോ ക്രോപ്പിനും സ്പെസിഫൈ ചെയ്തിട്ട് ഇത്ര ഐസൊലേഷൻ ഡിസ്റ്റൻസ് വേണം, ഇത്ര വീഡ് സീഡ്സേ പാടുണ്ടാവുള്ളൂ, ഇത്ര കണ്ടാമിനൻസേ ഉണ്ടാകാവൂ, അങ്ങനെ കുറെ ഫീൽഡ് സ്റ്റാൻഡേർഡ്സ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ നമ്മുടെ ഫീൽഡിൽ വന്നിട്ട് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തും. ഇത് കറക്റ്റ് ആയിട്ടാണോ, ഇവിടെ വീഡ് സീഡ്സ് കൂടുതലുണ്ടോ, എന്താ ജെർമിനേഷൻ കറക്റ്റ് ആയിട്ടാണോ, ഐസൊലേഷൻ ഡിസ്റ്റൻസ് കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫീൽഡ് ഇൻസ്പെക്ഷൻ ആണ്. അപ്പൊ ആദ്യം ആപ്ലിക്കേഷൻ കിട്ടി, സോഴ്സ് വന്ന് വെരിഫൈ ചെയ്തു, ക്ലാസ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തു, അതിനുശേഷം ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഫീൽഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഫേസ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ അറ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് സ്റ്റേജസ് ഇൻക്ലൂഡിംഗ് പ്രോസസ്സിംഗ് ആൻഡ് പാക്കിംഗ്. അതായത് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി അവർക്ക് ഓക്കെ ആണ്, കറക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇനി അത് ഹാർവസ്റ്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റൈസിലാണ് ചെയ്യുന്നത്, അപ്പൊ എന്റെ ഇപ്പൊ പാടത്തുള്ള എന്റെ ഫീൽഡിലുള്ള റൈസിനെ എനിക്ക് റൈസിന്റെ ഫൗണ്ടേഷൻ സീഡായിട്ട് വിൽക്കണം. ഓക്കെ, അതിനായിട്ടാണ് ഇപ്പൊ ഞാൻ സീഡ് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫൗണ്ടേഷൻ സീഡ് ഓഫ് പാഡി അല്ലെങ്കിൽ റൈസിനാണ് ഞാൻ അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പൊ ഇതിന്റെ വിളവെടുത്ത് ആ കിട്ടുന്ന സീഡിനെ എനിക്ക് ഫൗണ്ടേഷൻ സീഡ് ഓഫ് റൈസ് ആയിട്ട് വിൽക്കണം. ഓക്കെ, അപ്പോൾ ഫീൽഡ് ഇൻസ്പെക്ഷൻ വന്ന് നോക്കി എല്ലാം കറക്റ്റ് ആണ്. ഇനി അവർ സൂപ്പർവിഷൻ പോസ്റ്റ് ഹാർവസ്റ്റ് സ്റ്റേജിൽ, അതായത് ഹാർവസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അതിനെ ക്ലീൻ ചെയ്യുന്നതും സോർട്ട് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും അങ്ങനെ കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് അവർ നോക്കുന്നു, സൂപ്പർവിഷൻ നടത്തുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സീഡ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് ഇൻക്ലൂഡിംഗ് ജനറ്റിക് പ്യൂരിറ്റി ടെസ്റ്റ്, സീഡ് ഹെൽത്ത് ടെസ്റ്റ്. അപ്പൊ ഞാൻ പാക്ക് ചെയ്ത് പല പല ഇതായിട്ട് വെച്ചു, കണ്ടെയ്നറിലും കാര്യത്തിലാക്കി വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ആള് വരുന്നു, ആഴ വരുന്ന സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ വന്നിട്ട് സാമ്പിൾ ചെയ്യുന്നു. സാമ്പിൾ ചെയ്യുന്ന വെച്ചാൽ ഞാൻ കുറേ കണ്ടെയ്നറിലാണ് വെക്കുന്നതെങ്കിൽ ഇത്ര കണ്ടെയ്നറിന് ഇത്ര സാമ്പിൾ എന്ന രീതിയിൽ, അതൊക്കെ നമുക്ക് ഇനി ക്ലാസ്സിൽ സീഡ് സർട്ടിഫിക്കേഷന്റെ ക്ലാസ്സിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 5 കണ്ടെയ്നറിന് ഇത്ര സീഡ്, ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്ര ചാക്കിന് ഇത്ര സീഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹീപ്പ് ആയിട്ടാണെങ്കിൽ ഇത്ര ഹീപ്പിന് ഇത്ര സീഡ് എന്നുള്ള രീതിയിൽ അവർ സാമ്പിൾ ചെയ്തുകൊണ്ട് പോയിട്ട് അനാലിസിസ് നടത്തും. അതിൽ ജനറ്റിക് പ്യൂരിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ സീഡിന്റെ ഹെൽത്ത്, അതിന്റെ ജെർമിനേഷൻ, ഇതെല്ലാം നോക്കും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്യും. ഈ സീഡിന് ഫൗണ്ടേഷൻ സീഡിന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, അതുകൊണ്ട് ഫൗണ്ടേഷൻ സീഡ് എനിക്ക് പാഡിയുടെ ഫൗണ്ടേഷൻ സീഡ് തരുന്നു. അതിന്റെ കൂടെ സർട്ടിഫിക്കേഷൻ ടാഗും തരും. ടാഗ് നമുക്കറിയാം, ഫൗണ്ടേഷൻ സീഡ് ആണെങ്കിൽ അതിന് വൈറ്റ് കളർ ടാഗ് ആണ്, അത് വിൽക്കുന്നതിന്റെ കൂടെ ഒരു വൈറ്റ് കളർ ടാഗ് ഉണ്ടായിരിക്കണം. അപ്പോൾ ടാഗ് തരും, ടാഗിങ് സീഡിങ് എല്ലാം തരും. സോ ഇത്രയാണ് ഫേസസ് ഓഫ് സീഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നു. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ചു. സി ആയിരുന്നു ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് മസ്റ്റ് ദ കോർട്ട് അസർട്ടൈൻ ബിഫോർ സെൻഡിങ് എ സാമ്പിൾ ടു ദ സെൻട്രൽ സീഡ് ലബോറട്ടറി. അതായത് നമ്മൾ പറഞ്ഞു സീഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നതിന്, സീഡ് ടെസ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട്. അപ്പോൾ സെൻട്രൽ ലബോറട്ടറീസിലാണ് ഈ സീഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീഡ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ കോർട്ട് സാമ്പിള് സെൻട്രൽ സീഡ് ലബോറട്ടറിയിലേക്ക് അയക്കുന്നതിന് മുന്നേ എന്തൊക്കെ ആണ് നോക്കേണ്ടതെന്നാണ് പറയുന്നത്. ആക്ച്വലി ആദ്യമേ തന്നെ സീഡ് ടെസ്റ്റ് ചെയ്യാൻ സെൻട്രൽ സീഡ് ലബോറട്ടറിയിലേക്കല്ല അയക്കുന്നത്, സ്റ്റേറ്റ് സീഡ് ലബോറട്ടറിയിൽ അയച്ചിട്ട് എന്റെ സീഡ്സ്, ഞാൻ ഇപ്പൊ ഫൗണ്ടേഷൻ സീഡിന് അപ്ലൈ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു സീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് സീഡ് ലബോറട്ടറിയിലേക്ക് അയച്ചു. പക്ഷെ വന്ന റിസൾട്ട് ഇതിന് ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിസൾട്ട് ആണ് വന്നത്. അപ്പൊ എനിക്കറിയാം എന്റെ ക്രോപ്പ് ഞാൻ നന്നായിട്ടാണല്ലോ നടത്തിയത്, എല്ലാം അടിപൊളിയാണല്ലോ എന്നറിയാമെങ്കിൽ എനിക്ക് അപ്പീലിന് പോവാം. ഈ ടെസ്റ്റ് ഒന്നുകൂടെ നടത്തണം എന്നുള്ള രീതിയിൽ എനിക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കോർട്ട് അത് സെൻട്രൽ സീഡ് ലബോറട്ടറിയിലേക്ക് അയക്കും. ഓക്കെ, ആ സമയത്ത് കോർട്ട് എന്ത് എൻഷ്യൂർ ചെയ്യണം എന്നാണ് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദാറ്റ് ദ സാമ്പിൾ ഈസ് ഫ്രഷ്, സാമ്പിൾ ഫ്രഷ് ആണെന്ന് നോക്കണം. that the mark and seal or fastening are intact. അത് സാമ്പിൾ പൊതിഞ്ഞിരിക്കുന്ന മാർക്ക്, സീലൊക്കെ കറക്റ്റ് ആണോ നോക്കിയിരിക്കണം. that the seed inspector is present, അതായത് ആ സാമ്പിൾ പോയി എടുത്ത സീഡ് ഇൻസ്പെക്ടർ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. that the sample is from a notified variety, ആ സാമ്പിൾ നോട്ടിഫൈഡ് വെറൈറ്റി എന്നാണെന്ന് ഉറപ്പുവരുത്തണം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. that the mark and seal or fastening are intact. അതായത് ഞാൻ പറഞ്ഞു സീഡ് ടെസ്റ്റിംഗ് സമയത്ത് ഒരു സീഡ് ഇൻസ്പെക്ടർ എത്ര സാമ്പിൾ എടുക്കണം, അത് ആർക്കൊക്കെ അയക്കണം, അതെങ്ങനെ പൊതിയണം, സീല് ചെയ്യണം, മാർക്ക് ചെയ്യണം, ഇനി അത് എങ്ങനെ അയക്കണം, ഇനി അത് അയക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ പേപ്പേഴ്സ് വെക്കണം, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി
അപ്പോൾ അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് സീഡ് ഇൻസ്പെക്ടർ സാമ്പിൾ എടുത്തിട്ട് അത് പൊതിയേണ്ട രീതി അതിൽ മാർക്ക് ചെയ്യണം, സീൽ ചെയ്യണം. ഈ സീഡ് ഇൻസ്പെക്ടറിന്റെ ഡെസിഗ്നേഷൻ എല്ലാം വെച്ച് സീൽ ചെയ്ത് വേണം അയക്കാൻ. ഓക്കെ, അതങ്ങനെ കുറെ അവർ സൂക്ഷിക്കണം. ഇനി പ്രൊഡ്യൂസർ, അതായത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്കൊരു കോപ്പി തരണം, ഒരു സാമ്പിൾ തരണം. സീഡ് ഇൻസ്പെക്ടറല്ല, സീഡ് ടെസ്റ്റിംഗ് ഓഫീസർക്ക് അയക്കണം, അനലിസ്റ്റിന് അയക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് വരുന്നത് ആർക്ക് അയച്ചതിലാണ്? സീഡ് ടെസ്റ്റിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ സീഡ് അനലിസ്റ്റിന് അയച്ച സാമ്പിൾ ആണ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുന്നത്. അതില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ഞാൻ പിന്നെ കോർട്ടിനെ സമീപിച്ച് സെൻട്രൽ സീഡ് ലബോറട്ടറിക്ക് പോകുന്നത്, അല്ലേ? അപ്പൊ ആ സാമ്പിളില് മാർക്കിംഗ് കറക്റ്റ് ആണോ, സീല് കറക്റ്റ് ആയിട്ടുണ്ടോ, ആരെങ്കിലും ഇനി പൊട്ടിച്ചെടുത്തിട്ട് പുതിയത് വെച്ചോ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് കോർട്ടാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ദ മാർക്ക് ആൻഡ് സീൽ ഓർ ഫാസ്റ്റനിങ് ആർ ഇൻടാക്റ്റ്. അത് പൊട്ടിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പൊ പോലീസ് കേസിൽ ഇപ്പൊ തെളിവുകൾ സൂക്ഷിക്കുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സീഡ് ടെസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മുടെ തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ സീഡാണ്. ആ സീഡ് ആരും മാറ്റി വെച്ചിട്ടില്ല, അതില് പൊട്ടിച്ചെടുത്ത് മാറ്റിയിട്ടില്ല, അതെല്ലാം ഉറപ്പ് വരുത്തേണ്ടതാണ് കോർട്ട്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൈലൈറ്റ്സ് ഓഫ് ദ സീഡ് ബിൽ 2004 എന്താണെന്നാണ്. അതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റ് ശരിയെന്നാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ സീഡ് ബിൽ 2004 എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ. സോ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിക്കാം. ഓൺലി നോട്ടിഫൈഡ് കൈൻഡ് ആൻഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഹാവ് ടു ബി രജിസ്റ്റേർഡ്. ഇത് പറയുന്നത് നോട്ടിഫൈഡ് കൈൻഡ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് കൈൻഡ് ആൻഡ് വെറൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇനി എവറി സീഡ് പ്രൊഡ്യൂസർ ആൻഡ് ഡീലർ ഹാസ് ടു ബി രജിസ്റ്റേർഡ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. എല്ലാ സീഡ് പ്രൊഡ്യൂസറും ഡീലറും തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അടുത്തത് സെൽഫ് സർട്ടിഫിക്കേഷൻ ഓഫ് സീഡ്സ് ബൈ അക്രഡിറ്റഡ് ഏജൻസീസ്. അക്രഡിറ്റഡ് ഏജൻസിക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ ഓഫ് സീഡ്സ് നടത്താൻ പറ്റും. മെയിൻ്റനൻസ് ഓഫ് എ നാഷണൽ രജിസ്റ്റർ ഓഫ് വെറൈറ്റീസ്. സീഡ് ബിൽ പ്രകാരം അവിടെ നാഷണൽ രജിസ്റ്റർ ഓഫ് വെറൈറ്റീസ് എന്നൊരു അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നാണ് ആൻസർ പറയേണ്ടത് നമ്മൾ. ഇതിൽ ആക്ച്വലി ഇതിന്റെ സി ആണ് ഇതിന്റെ ആൻസർ. ആക്ച്വലി ഒന്ന് മാത്രമേ ഇവിടെ തെറ്റായിട്ടുള്ളൂ. ഓൺലി നോട്ടിഫൈഡ് കൈൻഡ് ഓർ വെറൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനല്ല. നോട്ടിഫൈഡ് ചെയ്തയല്ല, അല്ലാതെ എല്ലാ സീഡ്സും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ആൻസർ. അതുകൊണ്ട് തന്നെ ഒന്നാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് സീഡ് ബില്ലിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ സീഡ് ബില്ലിൽ ഈ സീഡ്സിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സീഡ് ബില്ല് അതിലാണ് റീസെന്റ് ആയിട്ട് അമെന്റ്മെന്റ്സ് വന്നിട്ടുള്ളത്. നമ്മുടെ 2025 കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്റെ ആൻസർ 1 ഈസ് ഇൻകറക്റ്റ്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോപ്സ് വന്നിട്ടുണ്ട്. അതിന്റെ മിനിമം ജെർമിനേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫൗണ്ടേഷൻ സീഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? ഇതില് ഫൗണ്ടേഷൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, സർട്ടിഫൈഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, അതിൽ ഓരോ ക്രോപ്പിനും ഐസൊലേഷൻ ഡിസ്റ്റൻസ് എത്ര വേണം, ഇനി അതില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതില് ഇമ്പ്യൂരിറ്റീസ് എത്ര, ഇമ്പ്യൂരിറ്റീസ് അല്ല, ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിലാവുന്ന സമയത്ത് എത്ര ഐസൊലേഷൻ ഡിസ്റ്റൻസ്, എത്ര വീഡ് സീഡ്സ് ആവാം, എത്ര എന്താണ് സീഡ് ബോൺ ഡിസീസസ് ആവാം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സീഡ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു ഹാർവെസ്റ്റ് എല്ലാം ചെയ്തിട്ട് സീഡായി ആ പോസ്റ്റ് ഹാർവെസ്റ്റ് സ്റ്റേജിലും ആൾക്കാർ, അതായത് സീഡ് സർട്ടിഫിക്കേഷൻ ഓഫീസർ വന്നിട്ട് ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തുമല്ലോ. അപ്പൊ അവിടെയും കുറെ കാര്യങ്ങൾ അവർ നോക്കും. അവിടെയും സീഡായി വന്നിട്ട് ആ പാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്ന സീഡ്സിൽ സാമ്പിൾ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ എത്ര പെർസെന്റേജ് ജെർമിനേഷൻ ഉണ്ട്, അതിൽ എത്ര വീഡ് സീഡ്സ് ഉണ്ട്, അതിൽ എത്ര സീഡ് ബോൺ ഡിസീസസ് ഉണ്ട്, അതിന്റെ പ്യൂരിറ്റി എത്ര, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കും. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഓരോ ക്രോപ്പിനും ഫൗണ്ടേഷൻ സീഡിന്റെ മിനിമം ജെർമിനേഷൻ സ്റ്റാൻഡേർഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ ഓൾമോസ്റ്റ് കുറേ ക്രോപ്സിന് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അതായത് പാഡിക്ക് 80% മിനിമം ജെർമിനേഷൻ വേണം. ഫൗണ്ടേഷൻ സീഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പാഡി അല്ലെങ്കിൽ റൈസിന് 80% അത് ജെർമിനേഷൻ ഉണ്ടായിരിക്കണം. കൗപ്പിക്കാണെങ്കിൽ 75% ഉണ്ടായിരിക്കണം. സോയാബീനാണെങ്കിൽ 70% മതി. ചില്ലിക്കാണെങ്കിൽ 60% മതി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജെർമിനേഷൻ സ്റ്റാൻഡേർഡ്സ്, മിനിമം ജെർമിനേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് കുറെ ക്രോപ്പ്
അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന ക്രോപ്പിന്റെയാണ് പഠിക്കാനുള്ളതെന്ന്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ജനറൽ ആയിട്ട് സോയിൽ സർവേ ഓഫീസറിന് ജനറൽ ആയിട്ട് ഈ ഒരു മിനിമം ജെർമിനേഷൻ സ്റ്റാൻഡേർഡ്സ്, അതായത് അതുപോലെ തന്നെ വീഡ് സീഡ്സ്, അതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ്, പ്യൂരിറ്റി, അതെല്ലാം അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ആയിട്ട് അവർ ക്രോപ്പ് പറയാത്തത് കൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് തോന്നുന്നത്. അടുത്ത തൊട്ട് മുന്നത്തെ എയൊക്കെ അല്ല, അതിന് മുന്നത്തെ ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, the isolation distance prescribed for certified seed production of cabbage is 1000 meter, while for pearl millet it is only 200 meter. ഇത് പറയുന്നത് ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം സർട്ടിഫൈഡ് സീഡ് നമ്മുടെ ഫൗണ്ടേഷൻ സീഡ് ഉണ്ട്, സർട്ടിഫൈഡ് സീഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ സർട്ടിഫൈഡ് സീഡ് പ്രൊഡക്ഷൻ ഓഫ് ക്യാബേജിന്റെ സർട്ടിഫൈഡ് സീഡ് പ്രൊഡക്ഷന് അവർ പറയുന്ന ഐസൊലേഷൻ ഡിസ്റ്റൻസ് 1000 മീറ്റർ ആണ്. പക്ഷേ പേൾ മില്ലറ്റിന് 200 മീറ്ററേ പറയുന്നുള്ളൂ. So the vast difference in the isolation distance prescribed for the two crops is attributable to. അപ്പൊ ഇത്രയും വ്യത്യാസം എന്താണ് വരുന്നത്? ഇതിന്റെ റീസൺ എന്താണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ടൈപ്പ് ഓഫ് ഫ്ലവർ, ടൈപ്പ് ഓഫ് പോളിനേഷൻ, സീസൺ ഓഫ് ഫ്ലവറിംഗ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പോളൻ. സോ ഈ ക്വസ്റ്റ്യനിൽ മിക്ക കുട്ടികളും എഴുതിയ ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ്. കറക്റ്റ് ആണല്ലേ? സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് മതി, ക്രോസ് പോളിനേഷൻ ആണെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് കൊടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല അതിന്റെ ആൻസർ. ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പോളിനേഷൻ അല്ല, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പോളൻ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ചെറിയ പോളനാണ്, അതിന് ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ കുറേ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അതായത് വെയിറ്റ് കുറഞ്ഞ പോളൻ ആണെങ്കിൽ അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അതിന്റെ പോളന്റെ വെയിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം പോളന് ട്രാവൽ ചെയ്യാൻ പറ്റും, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പോളൻ വെച്ചിട്ടാണ് ഇവര് ഈ ഐസൊലേഷൻ ഡിസ്റ്റൻസ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് ദ ഫൗണ്ടേഷൻ സീഡ് ഓഫ് റൈസ് വെറൈറ്റി ADT43. ഒരു ഫാർമർ റൈസിന്റെ ഫൗണ്ടേഷൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു ഈ വെറൈറ്റീന്റെ കാര്യമൊക്കെ അത് നമ്മൾ നോക്കണം. ജസ്റ്റ് ക്വസ്റ്റ്യൻ നേരെ വായിച്ചില്ലെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഈ വെറൈറ്റി നെയിമൊക്കെ. അപ്പൊ എന്തായാലും ഒരു ഫാർമർ ഫൗണ്ടേഷൻ സീഡ്, റൈസിന്റെ ഫൗണ്ടേഷൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഡ്യൂറിംഗ് വെരിഫിക്കേഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ദ സീഡ് ദ കളർ ഓഫ് ദ ടാഗ് ഷുഡ് ബി. അത് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കേഷന്റെ ഫേസസിൽ ഒരെണ്ണമാണ് സെക്കൻഡ് സ്റ്റെപ്പാണ് വെരിഫിക്കേഷൻ ഓഫ് സീഡ് സോഴ്സ്. അപ്പോൾ സോഴ്സ് വെരിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ, സോഴ്സ് ഓഫ് സീഡ് വെരിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഏത് കളർ ടാഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുന്നവര് ഫൗണ്ടേഷൻ സീഡാണ് ഉണ്ടാക്കുന്നത്. ഫൗണ്ടേഷൻ സീഡിന്റെ കളർ ഓഫ് ടാഗ്. അപ്പൊ എല്ലാവരും എഴുതാൻ പോകുന്ന ആൻസർ വൈറ്റ് ആയിരിക്കും. ഓക്കെ, അധികം ഡീപ്പായിട്ട് പഠിക്കാത്ത ഒരാൾ എഴുതുന്നത് അതായിരിക്കും. പക്ഷെ ഇവര് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് വെരിഫിക്കേഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് സീഡ്. സീഡിന്റെ സോഴ്സിനെ വെരിഫൈ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഏത് കളർ ടാഗ് ആയിരിക്കും ഉണ്ടാവുന്നത്? ഓക്കെ, ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ സീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷൻ സീഡിന്റെ മദർ സീഡ് ഏതാണ്? അത് ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ബ്രീഡർ സീഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പൊ ബ്രീഡർ സീഡിന്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. ഇതിന്റെ ആൻസർ ഗോൾഡൻ യെല്ലോ ആണ്. മിക്കുള്ളവരും വൈറ്റ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യും. വൈറ്റ് അല്ല. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. എല്ലാവരും പെട്ടെന്ന് ഫൗണ്ടേഷൻ സീഡ് കളർ ഓഫ് ടാഗ് അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് വൈറ്റിൽ കുത്തും. അതല്ല, ഡ്യൂറിംഗ് ദ വെരിഫിക്കേഷൻ ഓഫ് സോഴ്സ് വെരിഫൈ ചെയ്യുമ്പോൾ, സോഴ്സ് സീഡ് വെരിഫൈ ചെയ്യുമ്പോൾ, അതായത് ഫൗണ്ടേഷൻ സീഡാണ് എനിക്ക് കിട്ടേണ്ടത്. അതായത് എന്റെ ചെടിയിൽ നിന്നുണ്ടായി വരുന്ന സീഡാണ് ഫൗണ്ടേഷൻ സീഡ്. അപ്പൊ അത് മുളച്ച് വരാൻ വേണ്ടി ഞാൻ ഇട്ട സീഡ് ഏതാ? അത് ഗോൾഡൻ യെല്ലോ ടാഗിനകത്തുള്ള ബ്രീഡർ സീഡിൽ നിന്നാണ്. ഓക്കെ, സോ അതിന്റെ ആൻസർ ഗോൾഡൻ യെല്ലോ ആയിരിക്കും. അതുപോലെ സിമിലർലായിട്ട് വേറൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എ ഫാമർ ഈസ് പ്രൊഡ്യൂസിങ് സർട്ടിഫൈഡ് സീഡ് ഓഫ് വീറ്റ് വെറൈറ്റി WH147. ഡ്യൂറിംഗ് വെരിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് സീഡ് കളർ ഓഫ് ടാഗ് ഷുഡ് ബി. സോഴ്സ് ഓഫ് സീഡിന്റെ കളർ ഓഫ് ടാഗ്. അപ്പൊ സർട്ടിഫൈഡ് സീഡാണ് ഉണ്ടാക്കുന്നത്. സർട്ടിഫൈഡ് സീഡ് ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഫൗണ്ടേഷൻ സീഡിൽ നിന്നാണ് അല്ലേ? സർട്ടിഫൈഡ് സീഡ് ഫൗണ്ടേഷൻ സീഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ സീഡിന്റെ കളർ ഓഫ് ടാഗ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വൈറ്റ് ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ആൻസർ ചെയ്യാൻ. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇതിന്റെ ആൻസർ വൈറ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പാഡി ബാർ K bar 01
0506 is a seed certification application number. Which of the following is false? ഓക്കെ, നമ്മൾ സീഡ് സർട്ടിഫിക്കേഷന് എന്താണ് ഫേസസ് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. ആദ്യം റെസീപ്റ്റ് ആൻഡ് സ്ക്രൂട്ടണി ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് തരും. അത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും, പാഡി ബാർ, കെ ബാർ, ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും. അപ്പൊ ഇത് ഓരോന്നും എന്താണ് എന്ന് അറിഞ്ഞാലേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. ഇത് ഏതോ ഒന്ന് തെറ്റാ. പാഡി ദ ക്രോപ്പ് ടു ബി രജിസ്റ്റേർഡ് കറക്റ്റ് ആയിരിക്കും അല്ലേ. പാഡി എന്ന് പറയുന്നത് ആ ക്രോപ്പ് തന്നെയാണ്, അപ്പോൾ കറക്റ്റ് ആണ്. ഇനി കെ ദ സ്റ്റേറ്റ് വേർ ദ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്. കെ എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതെന്നാണ്. 0.1 അല്ല 01 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്. 0506 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇതിൽ തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് കെ, ഇത് ബി ആണ്. കെ ദ സ്റ്റേറ്റ് അല്ല, കെ എന്ന് പറയുന്നത് ഖാരിഫ് ആണ്. ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ്, സമ്മർ ക്രോപ്പ്, ഈ 3 ഇതിലാണ് വരുന്നത്. ഇപ്പൊ കെ മാറി ചിലപ്പോൾ എസ് ആവാം, ആർ ആവാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള കാര്യം. ആദ്യം പാഡി അല്ലെങ്കിൽ വീറ്റ് ഏതാണോ വരുന്നത് അത് ക്രോപ്പാണ്. ഏത് ക്രോപ്പാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അതാണ് ആദ്യം വരുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് സീസൺ ആണ്. ഏത് സീസണിലാണ്, ഖാരിഫ് സീസണിലാണോ, റാബി സീസണിലാണോ, സമ്മർ സീസണിലാണോ ഇട്ടെന്നുള്ളതാണ് ഇത് കെ സീസൺ വരുന്നത്. ഇനി 01 എന്ന് പറയുന്നത് അവരുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. നമ്മൾ സീഡ് സർട്ടിഫിക്കേഷന് കൊടുത്ത ആപ്ലിക്കേഷൻ നമ്പറാണ് 01. 0506 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ ഈ വർഷമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 2025, 2026. അപ്പൊ 25-26 ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ക്രോപ്പ്, സീസൺ, ആപ്ലിക്കേഷൻ നമ്പർ, ഫിനാൻഷ്യൽ ഇയർ, ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, ഓ ഇതിലേതെങ്കിലും ആയിരിക്കും തെറ്റിയെന്ന് അല്ലേ. എല്ലാം ഇപ്പൊ ഇത് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ സ്റ്റേറ്റ് ശരിയായിരിക്കും, കേരളത്തിന് കെ ആയിരിക്കും, അടുത്തതിന് കർണാടകത്തിന് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, ഈ രണ്ടാമത് വരുന്നത് സീസൺ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പേഴ്സൺ കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് സീഡ് ടെസ്റ്റിംഗ് ആരെന്നാണ് ഓക്കെ, സീഡ് ടെസ്റ്റിംഗ്, ഫാദർ ഓഫ് സീഡ് ടെസ്റ്റിംഗ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്രെഡറിക് നോബ്, ഡോക്ടർ ബദ്രി നാരായൺ, രാമുലാൽ ബർവാലെ, പിന്നെ രാഹിബായ് സോമ പൊപ്പറെ, പിന്നെ യുവാൻ ലോങ്പിങ്. ഇതിൽ ആരാണ് ഫാദർ ഓഫ് സീഡ് ടെസ്റ്റിംഗ് എന്ന് ചോദിക്കുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഫ്രെഡറിക് നോബെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി എല്ലാവരും ആരാന്ന് നോക്കാം. സോ ഫ്രെഡറിക് നോബെ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് സീഡ് ടെസ്റ്റിംഗ് ആണ്. ഇനി ഡോക്ടർ ബദ്രി നാരായണൻ രാമുലാൽ ബർവാലെ, ഒരു വലിയ പേരാണ് അല്ലേ. അപ്പൊ അതെന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സീഡ് ടെക്നോളജി. ഇന്ത്യൻ സീഡ് ടെസ്റ്റിംഗ് അല്ല, ഇന്ത്യൻ സീഡ് ടെക്നോളജി. അപ്പോൾ ബദ്രിനാരായണൻ രാമുലാൽ ബർവാലെ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പേരാണല്ലോ. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫാദർ ഓഫ് ഇന്ത്യൻ സീഡ് ടെക്നോളജിയാണ് ഇത്. ഇനി രാഹിബായ് സോമ പൊപ്പരെ എന്ന് പറയുന്നത് സീഡ് മദർ എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് രാഹിബായ്. അടുത്തത് യുവാൻ ലോങ് പിങ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഹൈബ്രിഡ് റൈസ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരെണ്ണമായിരിക്കും. യുവാങ് ലോങ് പിങ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഹൈബ്രിഡ് റൈസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചല്ലേ. സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു MCQല് ഞാൻ നോക്കാം. സോ ഈ ഒരു സ്ലൈഡ് എന്താന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മുടെ സീഡ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കാനുള്ള സോഴ്സസ് പറയുകയാണ്. ആക്ച്വലി നമുക്കറിയാം സീഡിൽ സീഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഈ ഒഫീഷ്യൽ ഗസറ്റ്സ്, ഈ ആക്ട്, റൂൾസ്, ഓർഡർ, പിന്നെ അതുപോലെ തന്നെ ഇനി കുറെ കാര്യങ്ങൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ ഇപ്പോൾ ഈ പുതിയ സോയിൽ സർവേ ഓഫീസറിൻ്റെ കണ്ടിട്ടുണ്ട്. സോ അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പഠിക്കണം, ആ ഒഫീഷ്യൽ ഗസറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ദ സീഡ് ആക്ട് 1966, ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സീഡ് ആക്ട്സിലാണ് നമ്മുടെ സെക്ഷൻ കാര്യങ്ങൾ, സീഡ് ഇൻസ്പെക്ടർ, സീഡ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് സീഡ് ആക്ടിലാണ്. സോ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ നിങ്ങൾ സീഡ് ആക്ട് 1966 അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒഫീഷ്യൽ ഗസറ്റ് വരും. അതൊരു 10-30 പേജുള്ള ഒരു PDF ആണ്. അത് വായിച്ചെടുത്തത് മനസ്സിലാകുന്നത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ്. സോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ സ്ലൈഡ്സ് ആക്കി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആക്കിയാണ് നമ്മൾ ക്ലാസ്സസ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്, ഓക്കെ ആക്കി വെച്ചിരിക്കുന്നത്. സോ സീഡ് ആക്ട് 1966 നിങ്ങൾക്ക് ഇത് അടിച്ചു നോക്കി തന്നെ ആ ഒരു PDF ഒക്കെ ജസ്റ്റ് ഗൂഗിൾ വഴി നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സീഡ് റൂൾസ് 1968, അതിൽ നിന്നും കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ സിലബസിൽ നോക്കുമ്പോൾ സീഡ് റൂൾസ് ഒന്നും എടുത്ത് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഇതെല്ലാം ഈ ഒരു ലെജിസ്ലേഷനിൽ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഇത് സിലബസിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ സീഡ് കൺട്രോൾ ഓർഡർ,
ഈ സീഡ് കൺട്രോൾ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് എന്താണ് ലൈസൻസിങ്ങിനെ, അതായത് ഇപ്പൊ സീഡ് വിൽക്കണം എനിക്ക്, ആ വിൽക്കുമ്പോൾ എനിക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ആ ലൈസൻസിങ് കാര്യങ്ങളും എല്ലാം പറയുന്നതാണ് സീഡ് കൺട്രോൾ ഓർഡർ 1983. ഓക്കെ. ഇനി അടുത്തത്, അതും ഇത് നിങ്ങൾ അടിച്ചു നോക്കുവാണെങ്കിൽ ആ ഒരു ഗസറ്റ് നിങ്ങൾക്ക് കിട്ടും, ഒരു PDF കിട്ടും, അതിൽ നോക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഓക്കെ, ഇതെല്ലാം ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് വായിച്ച് മനസ്സിലാക്കി അതിനെ ക്രോഡീകരിച്ചെടുക്കുന്നതിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, കുറേ ടൈം നമുക്ക് അതിനായിട്ട് പോകും. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട്, PPVFR എന്ന് ഇപ്പൊ എടുത്ത് തന്നെ PPVFR സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജനറ്റിക്സ് ഇതിൽ നോക്കുവാണെങ്കിലും പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ PPVFR-ലുണ്ട്. അതും നമുക്ക് പഠിക്കണം. ഓക്കെ. ഇനി സീഡ് ബിൽ 2004, അതും ഇമ്പോർട്ടന്റ് ആണ്. അത് രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ സീഡ് ബില്ലിലാണ് ഇപ്പം റീസെന്റ് ആയിട്ട് അമെന്റ്മെന്റ് വന്നിട്ടുള്ളത്. അടുത്തത് ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. ഈ ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിലാണ് എന്തുള്ളത്, നമ്മുടെ ഫീൽഡ് ഇൻസ്പെക്ഷന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഫീൽഡ് കൗണ്ട് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സിലാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് പുറത്തിറക്കുന്നത് ഇത് സെൻട്രൽ സീഡ് സർട്ടിഫിക്കേഷൻ ബോർഡാണ്. അതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ മുന്നേ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു. അതായത് മുന്നേ ഈ ഇന്ത്യൻ മിനിമം സീഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇറക്കിക്കൊണ്ടിരുന്നത് കമ്മിറ്റി ആയിരുന്നു, സീഡ് കമ്മിറ്റി ആയിരുന്നു. പിന്നെയാണ് അത് സർട്ടിഫിക്കേഷൻ ബോർഡ് ഇത് ഇറക്കാൻ തുടങ്ങിയത്. ഓക്കെ, അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നേ വന്നിട്ടുണ്ട്. സോ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഇനി മിക്ക കാര്യങ്ങളും ഇപ്പൊ പെനാൽറ്റി നോക്കുകയാണെങ്കിൽ സീഡ് ആക്ടിലും പെനാൽറ്റിയുടെ കാര്യം പറയുന്നുണ്ട്, സീഡ് റൂൾസിൽ, സീഡ് ഓർഡറിൽ, PPVFR-ലൊക്കെ പെനാൽറ്റി, എത്ര ഫൈൻ അടയ്ക്കണം, ഇന്ന തെറ്റ് ചെയ്താൽ എത്ര ഫൈൻ അടയ്ക്കണം, ഇത്ര ഇംപ്രിസൺമെന്റ് കാലാവധി ഉണ്ട് എന്നൊക്കെ, ജയിലിൽ ഇത്ര നാൾ കിടക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അയ്യോ സീഡ് ആക്ടിൽ പറയുന്നത് എഴുതണോ, PPVFR-ൽ പറയുന്നത് എഴുതണമെന്ന് ഡൗട്ട് വരും. പക്ഷെ ക്വസ്റ്റ്യൻ നമ്മൾ നേരെ വായിക്കുവാണെങ്കിൽ അതിൽ തന്നെ അവർ പറയുന്നുണ്ടായിരിക്കും ആസ് പെർ സീഡ് ആക്ട് 1966 ഇതിലെ പെനാൽറ്റി എത്ര, ആസ് പെർ PPVFR ഇതിലെ പെനാൽറ്റി എത്ര. അപ്പോൾ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ, സോ അതാണ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഓരോന്ന് പഠിക്കുമ്പോഴും ഇത് ഈ ഒരു PDF നിന്നാണ്, ഇത് സീഡ് ആക്ട് എന്നാണ് പഠിക്കുന്നത്, ഞാൻ ഇത് PPVFR നിന്നാണ് പഠിക്കുന്നത്. കാരണം സിമിലർ ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി പഠിക്കണം. സീഡ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പം ഇൻ ദ സെൻസ് ഇതെല്ലാം ഈ PDF-ലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത്രയും ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. വായിക്കുമ്പം ഇത് ആ ഒരു PDF-ൽ ഉണ്ടല്ലോ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ടുണ്ട്. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ സീഡ് പഠിക്കാനായിട്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ കുറെ PDFs നിന്നാണ് നമ്മൾ നോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കാനാണ് വളരെ ബുദ്ധിമുട്ട്. സോ ഇതെല്ലാം ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു റീസെന്റ് ആയിട്ട് ഇപ്പോൾ സീഡ് ബില്ലിൽ ഒരു അമെന്റ്മെന്റ്, ഒരു മാറ്റം വന്നു. അതിന്റെ ഡ്രാഫ്റ്റ് ഇപ്പൊ നമ്മളെ PIB വഴി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ജസ്റ്റ് സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ വച്ചിരിക്കുന്നത്. സോ 12/11/2025 നവംബർ 12-നാണ് ഈ ഒരു സീഡ് ബില്ലിന്റെ ഡ്രാഫ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്തിനാണ്, സീഡ് ബിൽ 2025 എന്നായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഇറ്റ് ടു പ്രൊവൈഡ് ഫോർ റെഗുലേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് സീഡ്സ് ഫോർ സെയിൽ ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ സീഡിന്റെ ക്വാളിറ്റിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. എന്തിനാണ്, നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനും, സീഡ്സ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടാനുമായിട്ടുള്ള കുറെ റെഗുലേഷൻ ആണ്. വേറെ രാജ്യത്തുനിന്ന് ഇത്ര ക്വാളിറ്റി ഓഫ് സീഡ്സ് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അവിടുന്ന് കൊണ്ടുവരുന്ന സീഡ്സ് ഇന്ന ക്വാളിറ്റീസ് ഉള്ളതായിരിക്കണം എന്നൊക്കെ ഈ സീഡ് ബില്ലിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്തിനാണ്, ടു ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെയർവിത്ത് ഓർ ഇൻസിഡന്റൽ ദെയർ ടു. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി സീഡ്സ് ഉണ്ടാക്കാനും അത് റിലേറ്റഡ് കാര്യങ്ങളിലും. ഞാൻ പറഞ്ഞു ഈ ഒഫീഷ്യൽ ഗസറ്റ്സ് വായിച്ചെടുക്കാനൊക്കെ പാടാണ്. ഇപ്പൊ ഈ ഒരു ചെറിയൊരു സെന്റൻസിനെ തന്നെ ഇവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോ ഓക്കെ, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇനി പോകെ ഈ PDFs-ൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് പറയേണ്ട കാര്യങ്ങളെ വളച്ചൊടിച്ച് പറഞ്ഞ് നമുക്ക് കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലാണ് ഈ ഓരോ ഗസറ്റ്സിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. സോ അതൊക്കെ നല്ല ഒരു സിംപ്ലിഫൈഡ് രീതിയിൽ നമുക്ക് ക്ലാസ് ആക്കി എടുക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും സീഡ് പഠിക്കാൻ. ഓക്കെ, സോ ഇതില് സെക്ഷൻ വൈസ് അല്ല, ചാപ്റ്റേഴ്സ് ആയിട്ടാണ് സീഡ് ബില്ല് 2025-ന്റെ ഡ്രാഫ്റ്റ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ഓരോ ചാപ്റ്റേഴ്സ് എന്താണ്, അതിൽ ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറയുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത് റീസെന്റ് ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി ഈ ഒരു ഡ്രാഫ്റ്റ് വന്നതിന് ശേഷം എക്സിസ്റ്റിംഗ് ലോസ് ആയിട്ടുള്ള സീഡ് ആക്ട് 1966, സീഡ് കൺട്രോൾ ഓർഡർ 1983 ഒക്കെ ബിക്കെയിം ഔട്ട്ഡേറ്റഡ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ഡ്രാഫ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ റൈസിങ് ഹൈബ്രിഡ്സ്. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള റിസർച്ച് സെന്റേഴ്സിൽ നിന്നായാലും ഒരുപാട് പുതിയ പുതിയ ഹൈബ്രിഡ്സ് ഉണ്ടായി വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ KU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് റൈസിന്റെ ആണെങ്കിലും ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആണെങ്കിലും വെജിറ്റബിൾ ക്രോപ്സിന്റെ ആണെങ്കിലും ഒക്കെ ഒരുപാട് പുതിയ ഇനങ്ങൾ ഹൈബ്രിഡ് വെറൈറ്റീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ കൊണ്ടൊക്കെ തന്നെ പുതിയ ലോസിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. അതാണ് അവർ പറഞ്ഞത്. പഴയ റൂൾസും ലോയും ആക്ട് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആവും. അതിന്റെ റീസണാ പറയുന്നത് ഒരുപാട് ഹൈബ്രിഡ്സ്, റൈസിങ് ഹൈബ്രിഡ്സ്, പിന്നെ GM ട്രേഡ്സ്, ജെനറ്റിക്കലി മോഡിഫൈഡിൽ കുറെ മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് R&D, അതായത് മുന്നേ ആണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാത്രമായിരുന്നു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതിലേക്ക് വരുന്നുണ്ട്. സോ അതിന്റെ റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഗ്ലോബൽ ട്രേഡ്, നമ്മുടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ടിംഗ് ആയാലും സീഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് കൂടുന്നുണ്ട്. സോ അതിന്റെ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ അതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. ഇനി ഈ 2025 ഡ്രാഫ്റ്റ് ബിൽ ഇൻട്രൊഡ്യൂസസ് ഡിജിറ്റൽ ട്രേസബിലിറ്റി, ഫാമർ റൈറ്റ്സ്, ഗ്രേഡഡ് പെനാൽറ്റീസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഈ ഡ്രാഫ്റ്റിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ട്രേസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന സീഡിന്റെ പ്രൊഡക്ഷൻ ഇത്രയുണ്ട്, ഇതൊന്നും നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഡിജിറ്റലി തന്നെ നമുക്ക് ഇതെല്ലാം ട്രേസ് ചെയ്യാം. ഇത് എവിടെയുണ്ട്, ഇതിന്റെ അവൈലബിലിറ്റി എവിടെയാണെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമേഴ്സ് റൈറ്റ്സിന്റെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഗ്രേഡഡ് പെനാൽറ്റി, ഞാൻ പറഞ്ഞു പെനാൽറ്റി, അപ്പൊ ഇതിലും മാറ്റങ്ങൾ വരും. പെനാൽറ്റിയിൽ ഇതിലും മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും. സോ ആ ഗ്രേഡഡ് പെനാൽറ്റീസിന്റെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ ആ പെനാൽറ്റിയും കൂടെ പഠിക്കണം. ഇതും അവർ ചോദിക്കുവാണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് തന്നെ ചോദിക്കും. ഇൻ സീഡ് ബിൽ 2025 ഇന്ന കാര്യത്തിന് എത്ര പെനാൽറ്റിയാണ് എന്ന് സ്പെസിഫൈ തന്നെ അങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ പഠിച്ചു വെക്കണം. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് മുന്നേ എന്ന് പറയുമ്പോഴത്തേനും ലൈസൻസിങ്ങിൽ കുറേയൊക്കെ അപാകതകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡ്രാഫ്റ്റിൽ, ഈ പുതിയ ഡ്രാഫ്റ്റ് സീഡ് ബിൽ 2025 അതൊക്കെ മാറ്റിയായിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ആയിരിക്കും ഇനി നമ്മൾ ഈ സീഡ് ബിൽ 2025 പഠിക്കാൻ നേരത്ത് നോക്കേണ്ടത്. സോ ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് എന്ന രീതിയിൽ സീഡ് സയൻസ് ആൻഡ് സീഡ് ടെക്നോളജിയിൽ നമുക്ക് നോക്കാനുള്ളത്. സോ ഇനി ഇത് ഓരോന്നും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കും. ഓരോ സെക്ഷൻസ് ആയാലും സീഡ് റൂളിലാണെങ്കിൽ അവിടുത്തെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം സെക്ഷനായിട്ട് നമ്മൾ പഠിക്കണം. അതെന്നായിരിക്കും. ഇപ്പോൾ 30 മാർക്ക് ഈ ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ 30 മാർക്കുണ്ട്. അതിൽ സീഡിൽ ഇനി എത്ര ഉണ്ടെന്ന് അവർ ഇനി പുതിയ സിലബസ് ചിലപ്പോൾ ഇറക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു പോർഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അതിൽ എത്ര മാർക്കാണ് ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പുതിയ സിലബസിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. അത് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പുതിയ സിലബസ് അവർ ഇടുമായിരിക്കും. അതിൽ സെപ്പറേറ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ പോകണോ അതോ കുറച്ചുകൂടെ അധികം ഇൻഡെപ്തിൽ പോകണ്ടേ എന്നൊക്കെ അത് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ നമുക്കറിയാം 30 മാർക്ക് എന്ന് പറയുന്നത് കുറേ അധികം സബ്ജക്റ്റ് ഉണ്ട്. ഹോർട്ടിക്കൾച്ചറിന്റെ എല്ലാ എന്താണ് സ്റ്റേജസ് അല്ല, എല്ലാ ബ്രാഞ്ചസും ഉണ്ട്. അതുപോലെ തന്നെ ജെനറ്റിക്സിന്റെ കുറേ അധികം പോർഷൻസ് വരുന്നുണ്ട്, സീഡ് വരുന്നുണ്ട്. ഇത്രയും കൂടെ ചേർന്നിട്ടാണ് ഈ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. പിന്നെ സോയിൽ സർവേ ഓഫീസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സോയിൽ സയൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് 20 മാർക്സ് അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്ന ക്രോപ്പ് പ്രൊട്ടക്ഷനിലാണെങ്കിൽ പെത്തോളജി അതുപോലെ തന്നെ എൻഡമോളജിയും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു 20 മാർക്സ് 20 മാർക്സ് വരുന്നത്. സോ സോയിൽ സയൻസിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുക. പിന്നെ ഇതെല്ലാം പിന്നെ സോഷ്യൽ സയൻസ് ആണെങ്കിലും അഗ്രോണമി, ക്രോപ്പ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാത്തിനും 15 മാർക്സ് ആണ്. അതിനനുസരിച്ച് ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എളുപ്പമുള്ള പോർഷൻസ് ഒക്കെ അത് നന്നായിട്ട് കവർ ചെയ്ത് പോവുക. അതിന് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാകേണ്ടി വരരുത്. സീഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് അതിന്റെ ആൻസർ ആണ്, ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ജെനറ്റിക്സ് പോലുള്ള എക്സാംസ് പോർഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണം. ഇത് അതുകൊണ്ടാണ്, റീസൺ വൈസ് നമ്മൾ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ സീഡൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആണ്. ആ പോർഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ആ രീതിയിൽ നിങ്ങൾ
ഇത് നോക്കണം. ഓക്കെ. സോ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒരേ കാര്യങ്ങൾ പല പല എന്താ ഞാൻ പറഞ്ഞു ഫൈനിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പല പല രീതി സീഡ് ആക്ടിൽ ഒന്നായിരിക്കും, റൂളിൽ വേറെ ആയിരിക്കും, സീഡ് കൺട്രോളിൽ വേറെ ആയിരിക്കും, പുതിയ വന്ന ഡ്രാഫ്റ്റിൽ വേറെ ആയിരിക്കും. അപ്പോൾ ഒരേ സിമിലർ കാര്യങ്ങളാണെങ്കിൽ പല പല സ്ഥലത്തുണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ളതാണ് സീഡ് സയൻസിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു രീതിയായിട്ട് തോന്നിയിരിക്കുന്നത്. സോ നമ്മുടെ കോഴ്സിലായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ ഓൾറെഡി തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളും ആ ഒരു ഗസറ്റിലുള്ള PDFs ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു AO എക്സാമിന് കറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, റാങ്ക് എനിക്ക് കറക്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്ത റാങ്ക് കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഇതൊരു കറക്റ്റ് ഒരു എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവരും നോക്കുക. കറക്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്ത് എല്ലാ ക്ലാസ്സസും അന്നന്ന് തന്നെ കേട്ട് സ്വന്തമായിട്ട് നോട്ട്സ് ഒക്കെ എഴുതി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.